ഹലോ, വെൽക്കം ടു കുക്ക് വിത്ത് റിനി. ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കാണ്. ബ്രെഡ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സമോസ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് മുറിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് നമുക്ക് ചിക്കൻ മാറ്റാം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഈ ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് വെള്ളവും ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. വെന്ത് കഴിഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കണം. ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ ആ ചിക്കൻ ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സമോസയ്ക്ക് വേണ്ടുന്ന ഫില്ലിങ് തയ്യാറാക്കാം. ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ചെറിയ സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന 2 സവോള ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സവോള വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ചിക്കൻ ഉപ്പിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ആ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളെല്ലാം മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ചിക്കൻ വേവിച്ച വെള്ളം കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ഞാനിപ്പം അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. സമോസയ്ക്ക് ഉള്ള ബ്രെഡിൻ്റെ അരികുകളൊക്കെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൈദ കൊണ്ടൊരു പേസ്റ്റ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തു വെക്കണം. ഇനി സമോസയ്ക്ക് വേണ്ടിയിട്ടുള്ള ബ്രെഡ് റെഡിയാക്കാം. ആദ്യം തന്നെ ഈ അരികുകളെല്ലാം ഒന്ന് മുറിച്ച് മാറ്റണം. അതിനുശേഷം ഇതുപോലെയുള്ളൊരു ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കണം. 4 സൈഡും ഇതുപോലെ മുറിച്ചെടുത്ത് മാറ്റാം. ഇപ്പോൾ ദാ ആ 4 സ്ലൈസ് ബ്രെഡിൻ്റെയും അരികുകൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് ഈ ചപ്പാത്തി പലകയിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം.
രണ്ട് സൈഡും ഇതുപോലെ പരത്തിയെടുക്കണം. 4 സ്ലൈസ് ബ്രെഡും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ കോർണറും കൊണ്ട് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ പകുതിയിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ അരികിലൂടെ നമ്മൾ ആ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന മൈദയുണ്ടല്ലോ, അത് കുറച്ച് കുറച്ച് തൂത്ത് കൊടുക്കാം. അതിനുശേഷം മറ്റേ സൈഡിൽ നിന്നും അതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് നമ്മുടെ വിരലുകൾ കൊണ്ട് ചെറുതായിട്ട് പ്രസ് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ അത് ഒട്ടിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ് നിറച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് അതിൻ്റെ അരികിലേക്കും ആ മൈദ പേസ്റ്റ് തൂത്ത് കൊടുക്കാം. എന്നിട്ട് അത് അകത്തേക്ക് മടക്കി വെച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിരിച്ചു വെച്ചിട്ട് നമ്മുടെ വിരലുകൾ കൊണ്ട് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക, ആ ഫില്ലിങ് എല്ലായിടത്തേക്കും ആകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആദ്യത്തെ സമോസ ഫ്രൈ ആൻഡ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള 3 ബ്രെഡ് സ്ലൈസും ഫില്ല് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ കുഴിവുള്ളൊരു പാത്രമാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. പാത്രം ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സമോസ ഓരോന്നായിട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ആദ്യം ഇട്ട ആ 2 സമോസയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള 2ഉം ഫ്രൈ ചെയ്തെടുക്കാം. ടേസ്റ്റി ബ്രെഡ് സമോസാസ് റെഡി ആയിട്ടുണ്ട്. ഈ തയ്യാറാക്കിയ ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലത്തെ 9 സമോസ കിട്ടും. ഈ ഫില്ലിങ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ തയ്യാറാക്കി സൂക്ഷിക്കാവുന്നതാണ്. ഫില്ലിങ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു സ്നാക്ക് കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.